നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 57 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് 58ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് നോക്കാം. പ്രലംബനെന്നുള്ള സുരേന്ദ്രനോർത്താലംബുസന്താനുമസാരനത്രേ ചരാചരങ്ങൾക്കു സുഖം വരുത്താൻ ഹലായുധൻ കൊന്നരുളി വിനോദാൽ. ഇവിടെ കംസനിയോഗത്താൽ കൃഷ്ണനെ വധിക്കാനായി വേഷപ്രച്ഛന്നനായി വന്ന പ്രലംബാസുരനെ ബലഭദ്രൻ വധിച്ച കഥയാണ് സൂചിപ്പിക്കുന്നത്. അലംബുസൻ എന്ന് പറഞ്ഞിട്ട് അസാമാന്യ ശക്തിയുള്ള ഒരു അസുരനായകൻ ഉണ്ടായിരുന്നു. ആ അലംബുസൻ ഈ പ്രലംബാസുരന്റെ മുന്നിൽ വെറും നിസ്സാരനാണ്. ഈ പ്രലംബാസുരനെ കുറിച്ച് ഓർത്താലേ അലംബുസൻ എന്ന് പറഞ്ഞ ആ അസുരൻ അത്ര സാരമുള്ള ആളൊന്നുമല്ല, വളരെ നിസ്സാരനാണ്. അത്ര ശക്തിമാനാണ് ഈ പ്രലംബൻ എന്ന അസുരൻ. ആ പ്രലംബനെയാണ് ഹലായുധൻ എന്ന് വെച്ചാൽ ബലഭദ്രൻ ചരാചരങ്ങൾക്ക് സുഖം വരുത്താനായിട്ട് കൊന്നരുളി. ചരങ്ങൾക്കും അചരങ്ങൾക്കും ഈ ലോകത്തിലെ എല്ലാത്തിനും സുഖം ഉണ്ടാവാനായിട്ട് വിനോദാൽ നിസ്സാരമായിട്ടാണ് കൊന്നത്. ആര്? ഹലായുധൻ, ബലഭദ്രൻ. ഇത് എന്താ കഥ എന്ന് വെച്ചാൽ, ചൂടുകാലം വന്നു. അപ്പോൾ അവിടെയുള്ള നദികളിലും തടാകങ്ങളിലൊക്കെ വെള്ളം വറ്റി തുടങ്ങുകയാണ്. നല്ല ചൂടുള്ള കാറ്റൊക്കെ വീശുക. അവിടെയുള്ള മരങ്ങളും പുല്ലുകളും ഒക്കെ ഉണങ്ങി കരിയാൻ തുടങ്ങി. പക്ഷെ കൃഷ്ണനും ബലഭദ്രനും ഗോപന്മാരൊക്കെ വൃന്ദാവനത്തിൽ പോയിട്ട് ഗോക്കളെ മേയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവര് യമുനാ തീരത്തിരുന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വിനോദത്തിനായിട്ട് ഇവർ പറഞ്ഞു, നമുക്കൊരു മല്ലയുദ്ധം നടത്താം, അതിൽ ആരൊക്കെ ജയിക്കാൻ നോക്കാലോ. 2 ഭാഗമായിട്ട് മാറി നിന്ന്, അതായത് 2 ടീമാവാം. എന്നിട്ട് ഓരോ ഭാഗത്തു നിന്നും ഓരോരുത്തർ ഈ ഭാഗത്തുള്ള ഒരാളായിട്ട് യുദ്ധം നടത്തി നോക്കുക. മല്ലയുദ്ധോ തല്ലുയുദ്ധോ എന്താ ചാവാം. എന്നിട്ട് ഇതില് തോൽക്കുന്ന ആള് ജയിക്കുന്ന ആളെ ചുമലിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അപ്പോഴാണ് ഈ പ്രലംബൻ എന്നുള്ള അസുരൻ, കംസൻ അവിടുന്ന് പറഞ്ഞു വിട്ടതാണ് കൃഷ്ണനെ വധിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ഒരു ഗോപബാലന്റെ വേഷം കെട്ടിയിട്ട് ഈ കൂട്ടത്തിൽ കളിക്കാൻ കൂടി. എന്നിട്ട് കൃഷ്ണനെ ഇതിന്റെ ഇടയിൽ കൂടെ വധിക്കാം എന്നാണ് വിചാരിച്ചത്. ഇത് കൃഷ്ണന് മനസ്സിലായി. ബലഭദ്രന്റെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷെ 2 പേരും അറിഞ്ഞ ഭാവമൊന്നും നടിച്ചില്ല. ഈ അവിടെയുള്ള ഗോപബാലന്മാർക്കും സംശയമുണ്ട്, ഇത് ഏതാ ഒരു പുതിയ ആള് നമ്മുടെ കൂടെ. പിന്നെ ആ കളിയുടെ ഇടയിൽ പിന്നെ അത്രയ്ക്കൊന്നും അതിന് ശ്രദ്ധ കൊടുത്തില്ല അവര്. എന്താ വെച്ചാൽ ഇത് കളിക്കാനൊരു സ്ഥലം വേണമല്ലോ, അത് എവിടെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവര് നോക്കിയിട്ട് ഭാണ്ഡീരകം എന്ന പേരുള്ള ഒരു കാട്ടിലാണ് എത്തിയത്. അവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ എല്ലാവരും വന്നു ചേർന്നു. ഇത് നല്ല സ്ഥലമാണ്, ഇവിടെ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മത്സരം ആരംഭിക്കുകയാണ്. ഈ ഗോപബാലന്മാര് 2 ഭാഗമായിട്ട് തിരിഞ്ഞു. ഒരു ഭാഗത്തിന്റെ തലവനായിട്ട് ബലഭദ്രനും മറ്റേതിന്റെ തലവൻ കൃഷ്ണനുമായിരുന്നു. അപ്പോൾ ഈ ഗോപബാലന്റെ വേഷത്തിൽ വന്നിട്ടുള്ള പ്രലംബൻ എവിടെയാ ചേരുക നോക്കിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞു. കൃഷ്ണന്റെ ഭാഗത്താണ് ചേർന്നത്. കളി ആരംഭിച്ചു. അങ്ങനെ ശ്രീദാമാവും കൃഷ്ണനും കൂടിയിട്ടാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഭക്തന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാനാണല്ലോ എന്തായാലും ഭക്തപ്രിയനായിട്ടുള്ള ഭഗവാൻ ഇഷ്ടം. അപ്പോൾ ശ്രീദാമാവിൻ്റെ മുന്നിൽ കൃഷ്ണൻ തോൽക്കുകയാണ്. എന്നിട്ട് ശ്രീദാമാവിനെ തൻ്റെ ചുമലിലേറ്റിയിട്ട് ആ കളിസ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെയും 2 പേര് ഇങ്ങനെ ജോഡികളായി നിന്നിട്ട് ഈ മത്സരം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ബലഭദ്രനും പ്രലംബൻ എന്ന് പറഞ്ഞ അസുരനും തമ്മിലാണ് മത്സരിക്കാൻ ഇടയായത്.
പ്രലംബൻ തൻ്റെ എതിരാളി ഒരു സാധാരണ ഗോപബാലൻ എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷെ യുദ്ധം മല്ലടിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് അപ്പുറത്തുള്ളത് സാധാരണ ഗോപബാലനല്ല എന്ന്. അപ്പൊ കാണുന്നവരും അവിടെ ചുറ്റി നിൽക്കുന്ന ഗോപബാലന്മാരും പറയുന്നുണ്ട്, ഇത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലല്ലോ, ഇതെങ്ങനെയാ ഇവിടെ വന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതിന് വലിയ പ്രസക്തിയൊന്നും അവിടെ ഉണ്ടായില്ല. കാരണം പ്രലംബനെ രാമൻ അവിടെ അടിച്ചു വീഴ്ത്തി. അങ്ങനെ പ്രലംബൻ തൻ്റെ തോളില് ബലഭദ്രനെ വഹിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ ഈ ബലഭദ്രൻ കൃഷ്ണനാണ് എന്ന് തെറ്റിദ്ധരിച്ചു ഈ പ്രലംബൻ. എന്നിട്ട് തൻ്റെ ആ ശരിയായിട്ടുള്ള രൂപം അങ്ങോട്ട് സ്വീകരിക്കുകയാണ്. അതായത് വലുതായി, വലിയൊരു പർവ്വതം പോലെ അങ്ങോട്ട് വലുതായിട്ട് വന്നു. ആ തോളില് ബലഭദ്രൻ ചെറിയൊരു ജീവി അതുപോലെയാണ് കണ്ടത്. ഇത് കണ്ട ആ വലിയ ഭീകര രൂപം കണ്ടിട്ട് അവിടെയുള്ള ഗോപബാലന്മാരൊക്കെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് എന്താ അതെന്ന് മനസ്സിലാവണില്ല. അപ്പൊ തന്നെ കൃഷ്ണൻ ബലഭദ്രനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അപ്പോൾ ബലഭദ്രൻ എന്ത് ചെയ്തു, ഇതെന്തായാലും ഒരു മായാവിയായിട്ടുള്ള രാക്ഷസനാണല്ലോ. അപ്പൊ തൻ്റെ കയ്യെ മുഷ്ടി ചുരുട്ടിയിട്ട് ആ പ്രലംബന്റെ തലയിൽ ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു. ആ മുഷ്ടിപ്രഹാരം ഇട്ടിട്ട് അപ്പം തന്നെ തല പൊട്ടിയിട്ട് വലിയൊരു പർവ്വതം പോലെ അങ്ങോട്ട് മരിച്ചു വീഴാണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായി. ദേവകളൊക്കെ അവിടുന്ന് പുഷ്പവൃഷ്ടി നടത്തിയിത്ര. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഗോപബാലന്മാർക്കൊക്കെ സന്തോഷമായി. എല്ലാവരും ബലഭദ്രന്റെ ചുറ്റും നിന്നിട്ട് അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചു. കൃഷ്ണൻ ജ്യേഷ്ഠനായിട്ടുള്ള ബലഭദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്തായാലും കളിയൊക്കെ ഇങ്ങനെ അവസാനിച്ചുല്ലോ. എന്നാ ആ മേയാമിട്ട പശുക്കളെവിടെ നോക്കിയിട്ട് അവര് എല്ലാവരും തിരിച്ചു പോവാണ്. ഇങ്ങനെ ആ പ്രലംബനെ വധിച്ച കഥയാണ് ഈ ശ്ലോകത്തിലൂടെ തിരുമേനി പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ദൂരെ പോയങ്ങു മുഞ്ചാടവയിലൊരു ദിനം ഗോപാലരെല്ലാം പാരിക്കും കാട്ടുതീയിൽ നടുവിലുടനകപ്പെട്ടു മുട്ടുന്ന നേരം നേരെ പോയി ചെന്നു പാർക്കും കരുണയോടവരെ കണ്ണു ചിമ്മിച്ചു ചുറ്റും പൂരിച്ചോരഗ്നിയെ ചേർത്തതു തിരുവദനം കൊണ്ടതും കൈതൊഴുന്നേൻ. ഇവിടെ രണ്ടാമത് ഒരിക്കൽ കൂടി നമ്മുടെ ഉണ്ണികൃഷ്ണൻ ആ കാട്ടുതീ വിഴുങ്ങുന്ന ആ സന്ദർഭമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം ദൂരെ പോയങ്ങു മുഞ്ചാടവിയിൽ ഒരു ദിനം ഗോപാലരെല്ലാം. ഒരു ദിവസം ദൂരെ മുഞ്ചപ്പുൽക്കാട്ടില് പശുക്കളും ഗോപന്മാരും പാരിക്കും കാട്ടുതീയിൽ നടുവിലുടനകപ്പെട്ടു മുട്ടുന്ന നേരം. വ്യാപിച്ചു വരുന്ന ആ കാട്ടുതീയിന്റെ നടുക്ക് അകപ്പെട്ട് ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുന്ന സമയത്ത് നേരെ പോയി ചെന്നു പാർക്കും കരുണയോടവരെ കണ്ണു ചിമ്മിച്ചു ചുറ്റും. നേരെ അവിടേക്ക് ചെന്നിട്ട് ഈ കാട്ടുതീൻ്റെ ഉള്ളിൽപ്പെട്ട അവരോട് കണ്ണ് ചിമ്മി നിൽക്കാൻ പറഞ്ഞു, കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ചുറ്റും പൂരിച്ചോരഗ്നിയെ ചേർത്തതു തിരുവദനം കൊണ്ടതും കൈതൊഴുന്നേൻ. ആ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന അഗ്നിയെ തൻ്റെ തിരുവദനം കൊണ്ട്, തിരുമുഖം കൊണ്ട് ഭുജിച്ചു. കൂട്ടുകാരോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ടാണ് ആ അഗ്നിയെ വായിലേക്ക് വലിച്ചെടുത്തത്. അങ്ങനെയൊക്കെയുള്ള ആ കണ്ണനെ ഇതാ കൈതൊഴുന്നേൻ എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ആ ശ്ലോകത്തില് അവരുടെ ആ മത്സരം, മല്ലയുദ്ധത്തിന്റെ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയപ്പോൾ അവിടെ മേഞ്ഞു നടക്കുന്ന പശുക്കളെ ഒന്നിനും കാണാനില്ല. അപ്പൊ ഈ പുല്ലുള്ള സ്ഥലം നോക്കിയിട്ട് അതിങ്ങനെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയതാണ്. അപ്പൊ അവരെ കുളമ്പിന്റെ പാട് നോക്കിയപ്പോൾ മനസ്സിലായി അങ്ങനെ പോയതാണ്. അപ്പൊ കുറച്ച് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഉണ്ണിക്കണ്ണൻ തൻ്റെ മുരളി അങ്ങോട്ട് എടുത്തു, ഓടക്കുഴലെടുത്ത് വായിക്കാൻ തുടങ്ങി. ആ നല്ല കർണാമൃതം പോലെയുള്ള ആ
വേണുഗാനം കേട്ടിട്ട് അവിടുന്ന് ഓടി വന്നു. പോയിട്ടുള്ള ആ പശുക്കളൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഓടി വന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ എവിടുന്നാന്നറിയില്ല നിറയെ കാട്ടുതീ അങ്ങോട്ട് വ്യാപിക്കുകയാണ്. അപ്പോൾ ഗോപബാലന്മാർക്കൊക്കെ പേടിയായി, എല്ലാവരും ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പേടിക്കണ്ട പേടിക്കണ്ട, എല്ലാവരും കണ്ണടച്ച് നിൽക്കൂ, ഞാൻ പറയുന്നവരെ കണ്ണടച്ച് നിൽക്കണം, ഞാൻ പറയുമ്പോഴേ കണ്ണ് തുറക്കാവൂ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കെടുത്തി തരാം ഈ തീയെ എന്ന് പറയാണ്. എന്നിട്ട് അത് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും അതനുസരിച്ചിട്ട് കണ്ണടച്ച് അവിടെ നിന്നു. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ അഗ്നി മുഴുവൻ കൃഷ്ണൻ അങ്ങോട്ട് പാനം ചെയ്തില്ലാതെയാക്കി. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഗോപന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണിക്കണ്ണൻ പാവകനെ പാനം ചെയ്യുന്നത്. ഇതൊക്കെ ആ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ അഗ്നിയെ ഭുജിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാനം ചെയ്തിട്ടുള്ള ഈ കഥയാണ് ഈ ദൂരെ പോയങ്ങു എന്നുള്ള ഈ ശ്ലോകത്തിലൂടെ പൂന്താനം തിരുമേനി വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വേനൽക്കാലം കുളിർക്കാലവുമിടി തകരപ്പേ മഴക്കാലവും പോയി മാനിച്ചു ഹന്ത വൃന്ദാവനമതതു വിലാസങ്ങൾ കൊണ്ടംബുജാക്ഷൻ വാനിക്കാർക്കദ്ഭുതം തന്നൊരു പൊഴുതുമഭേദേന നൽകുന്നതെല്ലാം ധ്യാനിക്കുന്നേരമൊട്ടൊട്ടനുഭവമറിവെന്നാകിലും വന്നിതാവൂ. ഗ്രീഷ്മകാലം, വേനൽക്കാലം അവസാനിച്ചു. പിന്നെ വർഷക്കാലം സമാഗതമായി. അതാണ് ഇടി തകര പേമഴക്കാലവും. ഇടി ഇങ്ങനെ തകർക്കുന്ന ഭ്രാന്ത് പിടിച്ച പോലെയുള്ള മഴക്കാലം അതും കഴിഞ്ഞു. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള കുളിർക്കാലം, ശരത്കാലം വന്നു ചേർന്നു. ശരത്കാലത്ത് വർഷക്കാലം പോലെയല്ല, ആകാശമൊക്കെ കുറച്ച് തെളിഞ്ഞു തുടങ്ങും. അതിനുശേഷം ഹേമന്തകാലം വരികയാണ്. ഇങ്ങനെ ഓരോരോ കാലങ്ങൾ മാറി വന്നുകൊണ്ടിരുന്നു. ഏത് കാലമായിക്കോട്ടെ, കൃഷ്ണൻ തൻ്റെ ലീലകളെ കൊണ്ട് ആ വൃന്ദാവനത്തിനെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ ഉണ്ണിക്കണ്ണൻ ഓരോ കാലത്തും ഒരു വ്യത്യാസവും ഇല്ലാതെ, ഏത് കാലാണെങ്കിലായിക്കോട്ടെ എല്ലാ കാലത്തും ഒരുപോലെ ആ വൃന്ദാവനത്തിനെ തൻ്റെ പല പല ലീലാവിലാസങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് ദേവന്മാർക്ക് പോലും അത്ഭുതമായി തീർന്നു. ഈ ലീലാവിലാസങ്ങളൊക്കെ ഞാൻ ധ്യാനിക്കുന്ന നേരം ഒട്ടൊട്ടനുഭവം അറിവെന്നാകിലും വന്നിതാവൂ. എനിക്കും കുറച്ചൊക്കെ അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ, അതായത് ഞാനിങ്ങനെ അങ്ങയെ ധ്യാനിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ ഈ കളികളൊക്കെ, ലീലാവിലാസങ്ങളൊക്കെ എനിക്ക് അനുഭവവേദ്യമായിട്ട് വന്നിരുന്നുവെങ്കിൽ എന്നാണ് ഇവിടെ പൂന്താനം തിരുമേനി പറയുന്നത്. ഇനി ഇന്ന് പഠിച്ച 3 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. പ്രലംബനെന്നുള്ള സുരേന്ദ്രനോർത്താലംബു സന്താനുമസാരനത്രേ ചരാചരങ്ങൾക്കു സുഖം വരുത്താൻ ഹലായുധൻ കൊന്നരുളി വിനോദാൽ ദൂരെ പോയങ്ങു മുഞ്ചാടവിയിലൊരു ദിനം ഗോപാലരെല്ലാം പാരിക്കും കാട്ടുതീയിൻ നടുവിലുടനകപ്പെട്ടു മുട്ടുന്ന നേരം നേരെ പോയി ചെന്നു പാർക്കും കരുണയോടവരെ കണ്ണു ചിമ്മിച്ചു ചുറ്റും പൂരിച്ചോരഗ്നിയെ ചേർത്തതു തിരുവദനം കൊണ്ടതും കൈ തൊഴുന്നേൻ. വേനൽക്കാലം കുളിർക്കാലവുമിടി തകരപ്പേ മഴക്കാലവും പോയി
മാനിച്ചു ഹന്ത വൃന്ദാവനമതു സുവിലാസങ്ങൾ കൊണ്ടംബുജാക്ഷൻ. വാനിക്കാർക്കത്ഭുതം തന്നൊരു പൊഴുതുമഭേദേന നൽകുന്നതെല്ലാം ധ്യാനിക്കുന്നേരമൊട്ടൊട്ടനുഭവമറിവെന്നാകിലും വന്നിതാവൂ. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ